വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിലിമി ക്രൂ. ഇന്ന് മെയ്യഴകൻ സിനിമയുടെ ട്രെയിലറാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ ചെയ്യാം. ഇതിൻ്റെ ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ കാണാം. ഇത് കാർത്തി അരവിന്ദ് സ്വാമി, പിന്നെ നമ്മുടെ പ്രേംകുമാർ എൻ്റെ ഡയറക്ടർ, 96ൻ്റെ ഡയറക്ടർ. അപ്പോൾ അത് സെയിം മ്യൂസിക്. ടീസർ ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല സാധനമാണ് ടീസർ. ടീസർ നല്ല രസമുള്ള ടീസറായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഗോവിന്ദ് വസന്ത് മ്യൂസിക് അതെ. അപ്പോൾ ട്രെയിലർ அந்த ஊருக்கு போகிறதுக்கு பயப்படுறியாரோ? உனக்கு அந்த ஊர் வீடு இதெல்லாம் எவ்வளோ பிடிக்கும்னு எனக்கு தெரியும். அங்கே போனால் எமோஷனல் ஆகிடுவேன், அழுதுடுவேன். பயப்படுறியா? இங்க பாருங்களேன், சிலப்பங்க ஒரு ரோஸ்ட்டு, உடம்புல உசுவி, ஆமா அடை, அது தொட்டுக்க பூண்டு பொடி, இது என்னன்னு தெரியலையே. டேய் வேற யாரும் சொல்லுடா, அப்பா சாப்பிடுங்க. யாரோ நினைக்கிறாங்க. அக்கா எப்படி நல்லா இருக்கீங்களா? நான் தான் உங்க வீட்டுக்காரங்க ஃபுல்லா பாத்துக்கிட்டேன். ஐயோ ஒரு மாவு கட்டு போட்டுறோம் மேம். ஏன் மாவு கட்டு போடுறீங்க? கல்யாணத்துல என்ன பண்றேன் நான் சொல்றேன். அவருக்கு ரொம்ப பிடிக்கும். இது வந்து போற இந்த ஒரு நாள், இந்த வருஷம் பூரா வரவங்க போறவங்க எல்லார்கிட்டயும் பேசி தீர்த்துடுவாரு. மாற்றி போட்டுதான் உசு உசு வெரி சாஃப்ட். ராகத்தில் நான் நிற்க ஆனந்தம் தான் இந்த மான். நல்ல டான்ஸ்லாம் ஆடுவேன் தான். நான் நல்லா டான்ஸ்லாம் ஆடுவேன். ஆனந்தம் ஸ்டெப்லாம் சூப்பரா ஆடுவேன். மைக்கேல் ஜாக்சன். ஏய் ஏய் are you happy? Very happy. You happy? Double happy. உங்ககிட்ட ஒன்று கேட்கலாமா? பொய்யாகி தோற்று போகின்றேன் மெய்யான ஈடின்றி வாழும் பேரன்பே என்று ஒரு நிமிஷம் தான். നല്ലൊരു ഫീൽ തരുന്നൊരു ട്രെയിലർ തന്നെ, ഭയങ്കര ഫീൽ തരുന്ന ട്രെയിലറാണ്. എന്നിട്ട് 96 ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഒരാള് നൈറ്റിൽ അയാളുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും. അവിടെ ഒരു ആണും പെണ്ണാണെങ്കിൽ അവിടെ ഒരു നൈറ്റ് ഇവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു നൈറ്റാണ് മേജർ മെയിനായിട്ട് പോകുന്ന സാധനം. എന്തോ ഒരു റിവീലും ഉണ്ടെന്ന് തോന്നുന്നു. പാട്ട് എൻഡ് ചെയ്യുന്നത് അവനെന്താ തെടി വരുന്ന പോലെ അവൻ ആദ്യം പറയുന്നത്. അതെ. അപ്പൊ അവിടേക്ക് തിരിച്ചു പോകാൻ എന്തോ പേടിയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പേടിയുള്ള എലമെന്റ് ആയിരിക്കും ആ ട്രെയിലറിൽ തന്നെ. പെട്ടെന്ന് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇവനെന്തോ ഒരു ചോദ്യം ചോദിക്കുന്നത് അവിടെ നിന്ന് പെട്ടെന്ന് ട്രെയിലർ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള കാർത്തി. ഇപ്പൊ നിങ്ങളുടെ റോളിൽ കാണാൻ ഭയങ്കര അതെ, പുള്ളി ഭയങ്കര കുറച്ച് ഫ്രീ ആക്കി ഒരുപാട് ഹെവി ഡ്രാമ അല്ലാതെ കൊടുക്കുവാണെങ്കിൽ മറ്റേ 1000-ലൊരുവന്റെ കാർത്തിയെ പോലെ. മറ്റേ 1000-ലൊരുവൻ മാത്രമല്ല, തോഴ പിന്നെ പയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫൈറ്റ് സീക്വൻസ് പരിപാടിയൊക്കെ അതല്ലാതെ മറ്റേ പുള്ളി വന്ന് ഡ്രാമയിലേക്ക് അല്ലാതെ കുറച്ച് ഫ്രീ ആയിട്ട്. അതായത് പുള്ളിക്ക് കോമഡി നട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റുന്നതാണ്. മറ്റേ ഇതും വെള്ളിയാഴ്ച റിലീസ് ദേവനോടൊപ്പം. പൊതുവെ നല്ല മൂഡായിരിക്കും ഈ പടം. ഇവിടെ ഉണ്ട് റിലീസ്. പിന്നെ കാർത്തിനോടെ റിലീസ് കാണും കാണും. പിന്നെ ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വന്നത് പാട്ട്. അത് തന്നെ അതിനായിരിക്കും ഇതിന്റെ ഡ്രാമ പാർട്ട്. പാട്ടിന്റെ എനിക്ക് അതിന്റെ ലിറിക്സ് വൈസ് കുറച്ച് കഥയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന പോലത്തെ ഒരു സോങ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ മേക്കിംഗ് എന്തോ റിലീസ് ചെയ്തത്, ഈ പാട്ട് റിലീസ് ചെയ്തായിരുന്നു? ഇല്ല. രസമുള്ളൊരു ട്രെയിലറായിരുന്നു. ടീസറിന്റെ മൂഡിനൊക്കെ ഇച്ചിരി ഹെവി ആയിരുന്നു ട്രെയിലർ. പക്ഷെ എന്നാലും ആ ഒരു നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അതായത് പടത്തിനകത്ത് കയറിയ
രസമായിരിക്കും അവിടെ ഇരിക്കാൻ. ഒരു പ്ലസന്റ് മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കോളിവുഡിലൊക്കെ ഈ നല്ല സിനിമ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലായിടത്തും നിന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത് കുറച്ചായിട്ട് തമിഴിൽ നിന്ന് കുറച്ച് നല്ല പടങ്ങൾ വന്നു. ഇപ്പോൾ വാഴ, ഇപ്പോൾ ലബ്ബർ പന്ത് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ട്. അതിനും നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. ആ സിനിമ ഇവിടെ റിലീസുണ്ട്, പക്ഷേ ഇവിടെ ഷോ നടക്കുന്നില്ല, ആൾ കുറവായതുകൊണ്ട്. ഞങ്ങൾ പോയിട്ടും ഷോ നടക്കുന്നില്ല. അപ്പോൾ അതും പിന്നെ ഇപ്പോൾ ഈ വരുന്ന മെയ്യഴകൻ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ വീണ്ടും ബാക്ക് ടു ബോളിവുഡിന്റെ ഗോൾഡൻ ടൈമിലേക്ക് പോകുന്ന. തമിഴാണ് ആക്ച്വലി ഏറ്റവും വെൽ റൗണ്ടഡ് ഇൻഡസ്ട്രി. അതെ അതെ. ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങുന്ന പോലത്തെ സിനിമകൾ അവിടെ ഇറങ്ങുന്നുണ്ട്, എന്നാൽ മാസ് മസാല ഇറങ്ങുന്നുണ്ട്, എല്ലാ ടൈപ്പ് സിനിമയും ചെയ്യുന്നത്. നമ്മളൊക്കെ ബേസിക്കലി മാസം എന്ന് പറയുന്ന എലമെന്റ് അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് തമിഴിൽ നിന്ന്. നമുക്ക് ഈ തെലുങ്ക് പടത്തൊക്കെ കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്നത് തമിഴ് പടം. കുറച്ചുകൂടെ തെലുങ്കിന്റെ അത്രയും എക്സ്ട്രീം അല്ലാത്ത മാസ് മസാലയാണ്. അപ്പം അവരുടെ ആ വെൽ റൗണ്ടഡ്നെസ് കുറച്ച് കാലമായിട്ട് ഇല്ലായിരുന്നു. എവിടെയൊക്കെയോ അതിന്റെ ഒരു ബാലൻസ് മിസ്സായി. ഇപ്പം എല്ലാ ടൈപ്പും വരുന്നുണ്ട്, എല്ലാ ടൈപ്പും വിജയിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഇങ്ങനത്തെ ഈ മെയിൻ ഹീറോസിന്റെ പടങ്ങളെക്കാൾ കൂടുതൽ ഇതുപോലെ കൊച്ചു പടങ്ങൾ വാഴ ഭയങ്കര വലിയ എക്സാമ്പിൾ ആണ്. ഇപ്പം ലബർപന്തും നന്നായിട്ട് ഓടുന്നുണ്ട്. അതിന് നല്ല റിവ്യൂ ആണ് അവിടെ. അപ്പോൾ ആ സിനിമ ഇവിടെ ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ ഇവിടെ അതിന്റെ ഷോ നടക്കുന്നില്ല, കാര്യം ആളില്ല എന്നുള്ളതാണ്. വേട്ടയനാണെങ്കിലും എല്ലാ ടൈപ്പ് പടങ്ങളും ഒരേ സമയം ഇറങ്ങുന്നുണ്ട് അവിടെ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എല്ലാവരും മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്ന സമയത്ത് ഇവരെല്ലാവരും ഞങ്ങളുടെ ഭാഷയിൽ ഇത് ഉണ്ടാവുന്നില്ല എന്നൊരു കൂട്ടം ആൾക്കാർ പറയുമ്പോഴും അവിടെ ഉണ്ടാവുന്നുണ്ട് സിനിമകൾ. അത് ആൾക്കാർ കാണുന്നില്ല, ആൾക്കാരിലേക്ക് അധികം എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഈ ഇങ്ങനൊരു ടോക്ക് അല്ലേ. എനിവേ മെയ്യഴകനും വെള്ളിയാഴ്ച റിലീസാണ്. അപ്പം ദേവനോടൊപ്പം തന്നെ ഈ 2 സിനിമയും ഞങ്ങൾ വെള്ളിയാഴ്ച വേറെ ഈ 2 പടങ്ങളേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാണുന്നു, റിവ്യൂമായി വരുന്നു.